HANS, ഹാൻസ്. കൈക്കകത്ത് വെച്ച് ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഉള്ളംകല വരുമെന്നാണ് തലമുറയുടെ വിശ്വാസം. പക്ഷേ ഓർത്തുകൊള്ളണം, ആ ചുണ്ടടിയിൽ വെക്കുന്ന സാധനം കുറച്ചെടുത്തിട്ട് ഒരു ബാത്റൂമിൽ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ട് ഒരു മിനിറ്റ് കാത്തിരുന്നിട്ട് ഈ ചുണ്ടടി വെക്കുന്ന സാധനത്തിന്റെ 10 അംശം എടുത്തിട്ട് ബാത്റൂമിന്റെ മധ്യഭാഗത്തേക്ക് ഒന്നിനെ പൊടിച്ചിടുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ മുറിക്കകത്ത് വെള്ളം മൊത്തം വാനിഷായി പോയിട്ടുണ്ടാവും, ഉണങ്ങി നിൽക്കുന്നതാണ്. അപ്പൊ ചില കുട്ടികളൊക്കെ പറയും, സാറേ ഫിലിപ്പ് സാറേ, അത് ഗ്ലിസറിൻ വീണാലും പേസ്റ്റ് വീണാലും മെന്തോൾ വീണാലും അത് മണ്ണെണ്ണ വീണാലും ഒക്കെ ഇങ്ങനെ ഒരു പ്രത്യേക സെമി സർക്കിളിലേക്ക് വെള്ളം മാറുമല്ലോ, സ്വാഭാവികമല്ലേ? അല്ല. അപ്പൊ നമ്മൾ എന്താ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന സാധനം? അപ്പൊ നമ്മൾ നോക്കണം, ആരാണ് ചോദിക്കുന്നത്? www.national drug and society ഔദ്യോഗിക സൈറ്റുകളുണ്ട്, അവിടെ കയറണം, നോക്കണം. ഹാൻസിനെ കുറിച്ച് ആധികാരികമായ രീതിയിൽ ഇതിന്റെ ചില പാൻ മസാലകളുടെ ഇതിന്റെ കെമിക്കൽ കാര്യങ്ങളെ കുറിച്ച് അനലൈസ് ചെയ്യുന്ന പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട് ഇന്ത്യയിൽ. ഇതിന്റെ ഫൈൻ എന്ന് പറയപ്പെടുന്നത് 50 ലക്ഷം രൂപയൊന്നുമല്ല. ഒരു ലോറി ഹാൻസ് വിറ്റാലും 500 രൂപ ഫൈനാണ്. ഒരു പാക്കറ്റ് വിറ്റാലും 500 രൂപ ഫൈൻ. അപ്പൊ അതുകൊണ്ട് ഹാൻസ്, ചൈന കേനി, പാൻബ്രാഗ് ഈ 3 സാധനങ്ങൾ വിൽക്കുന്ന ഏതെങ്കിലും കച്ചവടക്കാരെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലീസിന് വിവരം കൊടുക്കരുതെന്ന് ഞാൻ അഭ്യർത്ഥനയാണ്. എക്സൈസിന് വിവരം കൊടുക്കരുത്. ഞങ്ങൾ സത്യസന്ധമായിട്ട് വരും. എക്സൈസ് ഏറ്റവും കൂടുതൽ ആൾബലം കുറവാണ്, അംഗബലം കുറവാണ്, ഏറ്റവും നല്ല ജോലി ചെയ്യുന്നതാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. അവർ വരും, ഞങ്ങൾ വരും. അവിടെ വന്നിട്ട് പക്ഷേ ഈ കാലത്തൊക്കെ വന്നിട്ട് അവിടെ കച്ചവടം ചെയ്യാൻ എവിടെയെങ്കിലും ദൂരസ്ഥലത്ത് എവിടെ ഉണ്ടെങ്കിലും കച്ചവടം ചെയ്യാൻ തോന്നുന്നു ഒച്ചമ്പളി ഉണ്ടാക്കിയിട്ട് കിടക്കട കയറണ വണ്ടി എന്ന് പറഞ്ഞ് ആ സാധനമൊക്കെ എടുത്ത് വണ്ടിയിലിട്ട് വണ്ടി കയറ്റി കൊണ്ടുപോകും. അപ്പൊ അയാൾ ഇങ്ങനെ നോക്കും, കച്ചവടക്കാരൻ ആരും പിന്നെ കണ്ടത്, എല്ലാവരും കണ്ടല്ല, നാണക്കേടല്ല എന്നൊക്കെ പറഞ്ഞ് നോക്കി തലയും തത്തിരിക്കും അല്ലേ? സുലൈമാൻ കണ്ട്, ബാബു കണ്ട്, ഒട്ടം കണ്ട്, അരകണ്ട്, ഓ നോക്കണ്ട്, പൈ നോക്കണ്ട്, ഒഴിഞ്ഞ നോക്ക്. എന്നാൽ നേരെ ഒരു എളുപ്പമില്ല, നേരെ സ്റ്റേഷനിൽ വന്നിട്ട് ID കാർഡ് എടുത്ത് കൈ തരും, എന്നിട്ട് ഒപ്പിടും. 41 CRPC നോട്ടീസിൽ ഒപ്പൊക്കെ ഇടും. എന്നാൽ തലയൊക്കെ ചെറിയ 5 മിനിറ്റ് പോകും. 1 മാസം 3 മാസം കഴിയുമ്പോൾ കോടതി വിളിക്കും. ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടർ ജോലി ചെയ്യുന്ന ഫിലിപ്പും അസിസ്റ്റ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരും വന്ന് താങ്കളുടെ കടയിലെ പിന്നാമ്പുറത്തുള്ള ഇന്ന സ്ഥലത്ത് വെച്ച് കൊട്ടി സൂക്ഷിച്ചിരുന്ന 12 പാക്കറ്റ് ഹാൻസ് നിരോധിത പുകയിൽ ഉൽപ്പന്നങ്ങൾ ഇത്രാം തീയതി സംഭവ സ്ഥലത്ത് വെച്ച് ഇന്നയാളുടെ സാക്ഷ്യപ്പെട്ടികളുടെ സംഭവം കസ്റ്റഡിയിലെടുത്ത് താങ്കളുടെ പേരിൽ നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഇത്ര നമ്പർ പ്രകാരം FIR രജിസ്റ്റർ ചെയ്തു തന്നാൽ ഇന്ന കേസിനകത്ത് താങ്കൾ കുറ്റം ചെയ്തിട്ടുള്ള കാര്യം നിഷേധിക്കണില്ല. അപ്പൊ ഫൈൻ എത്രയാ? 500. എത്ര പറയും? 100 രൂപ ഫൈൻ. കഴിഞ്ഞു, പോവാ. ഞാൻ പിന്നെന്താ പരിപാടി? പോയിട്ടെന്താ പരിപാടി? വീണ്ടും വിൽപ്പന തന്നെ, വീണ്ടും വിൽക്കും. തൊൽക്കട്ടി കൂടിയില്ലേ അല്ലേ? നാട്ടുകാരറിഞ്ഞ, വള്ളിക്കാരറിഞ്ഞ, എല്ലാവരും അറിഞ്ഞു, സ്വന്തങ്ങളും ബന്ധങ്ങളും ഒക്കെ അറിഞ്ഞു. തൊലിക്കെട്ട് കൂടി. പക്ഷെ ഞാൻ 127 വീടുകളിൽ പോയിട്ടുണ്ട്. ഒരമ്മ കൊണ്ടുവന്ന ഹാൻഡ്സ് വഴി ഞാൻ വീട്ടിൽ പോയിട്ട് അവിടെ കാത്തിരുന്നിട്ട് ഈ കച്ചവടക്കാരെ അവിടെ വരുത്തിച്ചിട്ട് ഭാര്യയും മക്കളെ എല്ലാം വിളിച്ചിരുത്തി വീടിന്റെ മുറ്റത്തെത്തി ഞാനും മകേഷും പറഞ്ഞിട്ടുണ്ട്, പ്രിയപ്പെട്ട ഉമ്മയെ, പ്രിയപ്പെട്ട ഭാര്യ, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ പഠിക്കുന്ന പൈസ നിങ്ങൾ ഇപ്പൊ ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ ചായ ഞങ്ങൾ കുടിച്ചൂല. ഈ ചായക്കത്തിരിക്കുന്ന മധുരത്തിൽ പോലും നിങ്ങളുടെ ഭർത്താവ് വിറ്റ ഹാൻസിന്റെ അച്ചാരമുണ്ട്, വേർപ്പിന്റെ ദശാംശമുണ്ട്. ഇത് ഞങ്ങൾ കുടിക്കൂല. നിങ്ങൾ മകൾ പഠിച്ച നിങ്ങളുടെ ഉമ്മയ്ക്ക് നിങ്ങൾ വാങ്ങുന്ന മരുന്നിൽ പോലും 100 കണക്കിന് അമ്മമാരുടെ കണ്ണുനീരിന് നനവുണ്ട്. മനുഷ്യ പറഞ്ഞിട്ടുണ്ട്. കൈവച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ട്. ഈ മക്കളുടെ തലയിൽ രക്ഷയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പടച്ച റബ്ബ് രക്ഷിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചു വരും. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ ഇങ്ങനെ ചെയ്യാൻ? ഇങ്ങനെ ചെയ്ത് നിങ്ങളെ ഏക്കപ്പുറം തോക്കെടുത്തിട്ട് നിങ്ങളെ വെടിയിൽ തള്ളിയിടുന്നില്ല. നമ്മളെ നാട്ടിലൊക്കെ വെക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് പറയാൻ വയ്യ. അതാരെ അത് ഞാൻ പറയണ്ട, നമ്മളെ നാട്ടിൽ കാണണമല്ലേ, നിങ്ങളൊന്ന് പറഞ്ഞാൽ മതിയാ കാര്യം. നിങ്ങളെ നാട്ടിൽ പറയാൻ പേടിയുണ്ടേ. എൻ്റെ ഏക്കത്ത് തോക്കെടുത്ത് വെച്ചിട്ട് വെടിയൊക്കെ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നിനക്ക് ശിക്ഷയുണ്ട്. 10ാം ക്ലാസ്സിൽ കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ആദ്യത്തെ വർഷം പരാജയപ്പെട്ടു പോയവരങ്ങനെ. അങ്ങനെ അച്ഛനെ പേടിച്ചിട്ട് നിലമ്പൂർ ചൂളം വിളിക്കുന്ന ട്രെയിനിൽ കയറിയിട്ട് ഷൊർണൂർ എത്തി. അവിടുന്ന് ചെന്നൈയിലെത്തി. 42 ദിവസം ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങി. കോൺക്രീറ്റ് ബെഞ്ചിനടിയിൽ എങ്ങനെ റെയിൽവേ പോലീസ് കാണുക കിടന്നുറങ്ങാമെന്നും
എങ്ങനെ പൊതുടാപ്പിൽ നിന്ന് വസ്ത്രം മാറാതെ കുളിക്കാമെന്നും എങ്ങനെ 3-4 ദിവസം പട്ടിണി കിടക്കാമെന്നും ആ കാലഘട്ടത്തിൽ എന്റെ സമപ്രായമുള്ള മാതാപിതാക്കൾ അവരുടെ മക്കളുടെ കൂടെ കൈ പിടിച്ച് ഇങ്ങനെ ചിരിച്ചും കളിച്ചും റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ നടന്നിങ്ങനെ പോകുമ്പോൾ കോൺക്രീറ്റ് തൂണുകൾക്ക് മറഞ്ഞു നിന്നുകൊണ്ട് കണ്ണു നിറഞ്ഞ ഒരു കൗമാര കാലഘട്ടത്തിന്റെ എക്സ്പീരിയൻസ് ഒക്കെ കയ്യിലുണ്ട്. ലഹരിയുടെ മഹാദുരന്തങ്ങളിലേക്ക് പോയി കൂപ്പൂത്തി വീണപ്പോ എന്നെ ചേർത്ത് പിടിക്കാൻ ഒരു കരങ്ങളെ ആ കാലഘട്ടത്തിൽ എനിക്ക് എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ ആധുനിക നവമാധ്യമ കാലഘട്ടം ഇന്ന് തലമുറകളെ മുഴുവൻ ചേർത്ത് പിടിക്കാനാണ് സമുദായവും സംഘടനകളും പോലീസ് ഡിപ്പാർട്ട്മെന്റും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും അധ്യാപകരും എല്ലാം ശ്രമിക്കുന്നത്. പക്ഷേ ഫലം വിഫലമാണ്. ബോധവൽക്കരണം കൂടുന്നതനുസരിച്ച് ബോധം നഷ്ടപ്പെട്ട തലമുറകൾ ഇവിടെ ഏറി വരുന്നു. ഇല്ലാത്ത പേടിയാണ്. ഞാൻ നാഷണൽ അക്കാഡമിക് സൊസൈറ്റി എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഞാൻ ഡൽഹിയിലെ ഗവൺമെന്റില് ആ മീറ്റിംഗിൽ പങ്കെടുത്തപ്പോ അവിടെ വെച്ചിട്ട് ഫസ്റ്റ് തന്നെ SCRT സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ പ്രബന്ധത്തിനകത്ത് അതിന്റെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാനത് പറഞ്ഞത് ലഹരി പദാർത്ഥങ്ങളെ കുറിച്ച്, സൈക്കോട്രോപ്പി സബ്സ്റ്റൻസിനെ കുറിച്ച് യുവാക്കൾക്കും കുട്ടികൾക്കും ഇടയിൽ ക്ലാസ് എടുക്കുമ്പോൾ യാതൊരു കാരണവശാലും അതിന്റെ കെമിക്കൽ ടൈപ്പുകളോ അത് ഉപയോഗിച്ചതിന് ശേഷമുള്ള അനന്തര ഫലങ്ങളെ കുറിച്ച് പൊതുവേദിയിൽ പറയപ്പെടാൻ പാടില്ല എന്ന് പരസ്യമായി വെളിപ്പെടുത്തി. ഒരുപാട് കുഞ്ഞുങ്ങളെ എടുത്ത് വന്നിട്ടുണ്ട്. പലരും സങ്കടം പറഞ്ഞും പലരും ഇതിനകത്തൊക്കെ ഉപയോഗിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടി പറഞ്ഞെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. വീട്ടിൽ കിട്ടുന്ന 2 ചെറിയ സാധനങ്ങളാണ്. അത് 2 കയ്യിൽ വെച്ച് മിക്സ് ചെയ്താൽ വലിയ ലഹരി പദാർത്ഥമായി മാറും. ഒരു ക്ലാസ്സിൽ വെച്ച് ആരോ പറഞ്ഞപ്പോ അവനത് വെറുതെ എടുത്ത് ഉപയോഗിച്ചു. ഇന്ന് അവന് അഡിക്റ്റഡ് ആണ്. കാരണം കുട്ടികൾ നിഷ്കളങ്കരാണ്. അത്ഭുതങ്ങളെ ഇതിഹാസങ്ങളെ തേടി പോകുന്നവരാണ് കുട്ടികൾ. അവരൊരിക്കലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇളകുന്ന ഇരകൾക്കും ചലിക്കുന്ന ചലനങ്ങൾക്കും മുമ്പേ മധുരത്തിനും പുളിക്കും ചമർപ്പിനും പിറകെ പോകുന്നവരാണ് കുഞ്ഞുങ്ങൾ. കുട്ടികൾ നിഷ്കളങ്കരാണ്. അവർ അത്ഭുതങ്ങളെയും ഇതിഹാസങ്ങളെയും തേടി പോകുന്നവരാണ്. അവരെയാണ് ചേർത്ത് പിടിക്കുന്നത്. ഏറ്റവും കൂടുതൽ കുരുത്തക്കെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർക്കുക. ഏറ്റവും കൂടുതൽ കുരുത്തക്കെട്ട കുട്ടികൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഓർക്കുക. നിങ്ങൾ ഭാഗ്യവതികളാണ് പ്രിയപ്പെട്ട അമ്മമാരെ. ചില അമ്മമാരൊക്കെ പറയും, എനിക്കൊരു കുട്ടിയുണ്ട് സാറേ, എന്റെ വയറ്റിലുണ്ടായത് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാവും, അരങ്ങിന്റെ സ്വഭാവം ആ കുട്ടിക്ക്, അത് അടങ്ങി ഒരു സ്ഥലത്തും ഇവിടെ ചവിടെ എന്തോ ഒരു കുരുത്തക്കെട്ട കുട്ടിയാലോ, എങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റില്ല സാറേ. അവിടെ പോയി അത് പിടിച്ചിരിക്കും, ഇത് പിടിച്ചിരിക്കും, അത് പൊട്ടിക്കും, ഇത് പൊട്ടിക്കും, പെണ്ണോണ്ട് വരയ്ക്കും, കുത്തും, മറ്റുകളെയും ടിവിന്റെ അത് പൊട്ടിക്കും, നാളെ വേറെ വെള്ളം എടുത്തിക്കാണ്ട് നേരത്തെ പോയിട്ട് അകപ്പാടാണ് കിടക്കില്ല. അതൊക്കെ ഒരു സ്ഥലത്തും കൊണ്ടുപോകാൻ പറ്റൂല, കൊല്ലാൻ പറ്റും സാറേ. എന്തോ വളയുണ്ടായി പോയി ഇല്ലേ? ചില പറയും, നിന്റെ ഒറ്റ കാരണം കൊള്ള കുരുത്തം കെട്ടോ നീ വീട്ടിൽ വഴക്ക് മൊത്തം നടക്കും, നീ പണ്ടിറങ്ങാൻ പോകും, കേട്ടില്ല പോ ചാതു പോകും. ചില അമ്മ പറയില്ല അതിന്റെ ഒറ്റ കാരണം കൊണ്ട് അമ്മായി വിഷമം മൊത്തം അനുഭവിച്ചു. അല്ലാതൊരു കുഴപ്പമില്ല. അതിന്റെ ഒറ്റ എന്റെ കാരണമാണ്, നിങ്ങളെ കാരണം. നിങ്ങളൊന്നും ചിരിക്കണ്ട. സമയത്തിന് വീട്ടിൽ ചെന്ന് സമയത്തിന് പഠിക്കാനിരുന്ന ഉപ്പ വീട്ടിൽ വരുമ്പോൾ വലിയ സന്തോഷമാണ്. നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഉപ്പയ്ക്ക് വല്ലാത്ത ടെൻഷനാണ്. ആ ടെൻഷൻ ഉപ്പ ആരോടാ തീർക്കണത്? ഉമ്മയോടാണ്. ആ ഉമ്മയോട് തീർക്കും തീർച്ചയായും. എനിക്ക് എന്താണ് പണി? എന്റെ വളർത്തേണ്ട ദിവസം തന്നെയാണേ. ഞാൻ അത് നേരത്തെ ഒന്നേ പറ്റില്ല അങ്ങനെ പറയും. അപ്പോ എല്ലാം കൃത്യമാണെങ്കിൽ ഉപ്പയ്ക്ക് വലിയ സന്തോഷമോ അല്ലേ? അങ്ങനെയാണ്. അപ്പോ ഈ കുരുത്തക്കെട്ട മക്കളുണ്ടെങ്കിൽ സങ്കടപ്പെടൊന്നും വേണ്ട കേട്ടോ, ഭാഗ്യത കരുതിയാൽ മതി. കാരണം ഈ കുരുത്തക്കെട്ടന്മാരെന്ന് പറഞ്ഞ ചിലർക്കാരില്ല. ഈ കുരുത്തക്കെട്ടവന്മാർ, തലതെറിച്ചന്മാർ, താൻ തോന്നി, അധിക പ്രസംഗി, മണ്ടൻ, മടയൻ, തൊട്ടൻ അല്ലേ, അവനൊക്കെ നല്ലവന്മാരാണ്. അവരെ ഒന്ന് തൊട്ട് തലോടിയാൽ മതി. അവർക്കൊരു അറ്റൻഷൻ കൊടുത്താൽ മതി. അവൻ ഇരിപ്പിടത്തിനകത്ത് അവനൊരു പ്രത്യേക പരിഗണന കൊടുത്താൽ മതി. ക്ലാസ് മുറികളിടയ്ക്ക് അവന്റെ പേരുകൾ അവനെ ചൊല്ലി വിളിച്ചാൽ മതി. വേദികളെ അവനെ അഭിസംബോധന ചെയ്താൽ മതി. ഒരു ചെടിക്ക് വെള്ളം ഒഴിച്ചാലോ, വീടിനകത്ത് ബെഡ്റൂം വൃത്തിയാക്കിയിട്ടാലോ, പ്രിയപ്പെട്ട ഉമ്മയെ പ്രിയപ്പെട്ട ഉപ്പയെ വീട്ടിനകത്ത് ഒരു കുഞ്ഞു സ്റ്റോൾ എടുത്ത് വെച്ചിട്ട് അവനത് കയറ്റി നിർത്തിയിട്ട് ആ കുരുത്തം കെട്ട തലതെറിച്ചാൽ നമ്മൾ പറയപ്പെടുന്ന പിപ്പിരിയുള്ള കുഞ്ഞുണ്ടല്ലോ, അവന് ഇഷ്ടപ്പെട്ട ചെറിയൊരു മുട്ടായിയോ ചെറിയ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ട് എല്ലാവരും കൂടെ ഫോട്ടോ എടുത്തിട്ട് കയ്യടിക്കണം. ഇങ്ങനെ അവൻ ചെയ്ത കുഞ്ഞു പ്രവൃത്തിക്ക് അവന്റെ വീട്ടിൽ അവന്റെ ഉമ്മ കൊടുത്ത സമ്മാനം എത്ര മനോഹരമാണ്. അങ്ങനെ അവനൊരു ആദരവും അംഗീകാരവും കിട്ടുന്നുണ്ടെന്ന് കാണുമ്പോ അടുത്ത് വീണ്ടും ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികൾ ചെയ്യാൻ അവന്റെ കുഞ്ഞു കൈകൾക്കും കുഞ്ഞു മനസ്സിനും ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് വലിയൊരു മനുഷ്യത്വമുള്ള പ്രവൃത്തിയാണ്. വീടിരിക്കുമ്പോൾ വെറുതെ മക്കളെ പുറത്തേക്കൊക്കെ വൈകുന്നേരം കൊണ്ടുപോകണം. അത് ഹോട്ടലിലേക്കോ റെസ്റ്റോറന്റിലേക്കല്ല കൊണ്ടുപോകേണ്ടത്.
ഒരു ദിവസം മക്കളെയൊക്കെ സ്കൂട്ടറിലോ വണ്ടിയിലൊക്കെ ഇരുത്തി പുറത്തേക്ക് നമ്മുടെ വീട്ടിലുള്ള മാരുതി കവർ ഇട്ടിട്ട് എന്ത് പാട്ടെ അതിനകത്ത് മക്കളെയൊക്കെ ഇരുത്തി ഒരു 5, 6, 7 കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചെടുത്തിട്ട് കൊണ്ടുപോകണം. ഞാനൊരിക്കൽ അങ്ങനെ പോയിരുന്നു. നിലമ്പൂരിൽ നിന്ന് പെരിന്തൽമണ്ണ എത്തിയപ്പോ ആ മാനന്തവാടി ബൈപ്പാസിൽ നിന്ന് ജില്ലാശുപത്രി വരെ റോഡ് 2 സൈഡ് വെറുതെ ഇങ്ങനെ നോക്കി രാത്രി ഒരു 11-11 സമയമാണ്. എന്റെ കുഞ്ഞുമോൾ അമയക്കുട്ടിയുണ്ട് ഒപ്പം. അയാൾക്ക് ചമയത്തിൽ നിന്ന് ഞാനൊരു 10 പുതപ്പ് വാങ്ങിയിരുന്നു. വലിയ വിലയൊന്നും ആയിട്ടൊന്നുമില്ല, എന്നാ മോശമല്ല. അങ്ങനെ എന്റെ കുഞ്ഞിനോട് പറഞ്ഞു, ഉണരാതെ ഈ പുതപ്പ് ആ കിടക്കുന്ന അപ്പൂപ്പന്റെ മേത്ത് പുതയ്ക്കണം. അങ്ങനെ എന്റെ കുഞ്ഞിന് വലിയ ഇഷ്ടം. തുമ്പിയെ പിടിക്കാൻ പോണ പോലെ ഈ പുതപ്പെടുത്തിട്ട് ആ മനുഷ്യന്റെ മേത്ത് ഇങ്ങനെ ഇടും. അവൾ കുറെ നേരം നോക്കി നിൽക്കും. അറിഞ്ഞിട്ടില്ലട്ടോ പപ്പ, കാലിലൊക്കെ കൊതുണ്ട് പപ്പ എന്ന് പറയും. ശേഷം ഒരു ബെഡിന്റെ കവറും ഒരു കവറിനകത്ത് ഒരു വെള്ളക്കുപ്പിയും കുറച്ച് സ്നാക്സ് ഒക്കെ ആ സ്ഥലത്ത് പതുക്കെ അവിടെ വെക്കാം ഫ്രണ്ടിൽ. ഒരുപക്ഷെ അവർ കഴിക്കണമെന്നില്ല, ഒരുപക്ഷെ അവർ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. പക്ഷെ എന്റെ മകൾക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഷെയർ ചെയ്ത് നോക്കിയത്. ആ മനുഷ്യനറിയാതെ ഒരുപക്ഷെ ആ പുതപ്പിക്കാനുള്ള കഴിവ് കുഞ്ഞിനേക്ക് ഒരു എക്സ്പീരിയൻസ് ആയി പകർന്നു കൊടുത്തതാണ്. നേരെ വിളിക്കുമ്പോൾ ഒരുപക്ഷെ മനുഷ്യനെ എഴുന്നേറ്റ് നോക്കുമ്പോൾ തന്റെ മുഖത്തതാ ഒരു പുതപ്പാരോ പുതച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ ചെയ്യേണ്ട ചില ചെറിയ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുത്താൽ ജീവിതത്തിൽ വലിയ സന്തോഷമായി മാറും. എന്റെ മകൻ അഭിനവ്, ഞാൻ റിജണൽ ക്യാൻസർ സെന്ററിൽ എന്റെ മകനെ 3-4 ബർത്ത്ഡേ ഞാൻ ഇവിടെ ആഘോഷിച്ചിട്ടുണ്ട്. വല്ലാത്തൊരു അനുഭവമാണ്, എക്സ്പീരിയൻസ് ആണ്. മനുഷ്യന്റെ കവിൾത്തടങ്ങൾ കൊഴിഞ്ഞു പോയതും തൊണ്ടയ്ക്ക് ഓട്ടം വന്നതും സബ് മ്യൂക്കസ് ഓറൽ പൈറോസിസ് സിൻഡ്രോം എന്ന് പറയപ്പെടുന്ന രോഗത്താൽ പിടിപെട്ട ഒരുപാട് പേരെ നിങ്ങൾക്ക് അവിടെ പോയാൽ കാണാൻ പറ്റും. എന്താ ശരിക്കും സബ് മ്യൂക്കസ് ഓറൽ പൈറോസിസ് സിൻഡ്രോം? മൃദുലമായ കോശഭാഗം ഇലാസ്റ്റികത നശിപ്പിച്ച് അത് ഒരു ഹാർഡനിൽ, ഒരു കട്ടിയ രീതിയിലേക്ക് ആ കോശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ ആ കോശത്തിനെ ഒന്ന് ലൂസാക്കാൻ ഇതര കോശങ്ങൾ ശ്രമം നടത്തുമ്പോൾ മുറിവായി പരിഗണിക്കപ്പെടും. അവിടെ പഴുപ്പും മജ്ജയും രക്തവും ഒഴുകാൻ തുടങ്ങും. ഒരിക്കലും കരിയാത്ത വ്രണമായി മാറും. അത് എന്നേക്കുമായി മനുഷ്യന്റെ മരണത്തിലേക്ക് എത്തിക്കും. അതിന് പ്രത്യേകിച്ച് വൈദ്യശാസ്ത്ര ട്രീറ്റ്മെന്റ് ഇല്ല. സബ് മ്യൂക്കസ് ഓറൽ ഫൈബ്രോസിസ് സിൻഡ്രോം, ക്യാൻസറിന്റെ മറ്റൊരു മുഖം. എങ്ങനെയാണ് പിടിപെടുന്നത്? കൂൾ ഹാൻഡ്സ്, പാൻപരാഗ്, ചൈന നിറക്കുന്ന പ്രത്യേകതരം സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ഇല്ലാത്ത ചില സിഗരറ്റുകൾ നിരന്തരം ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരിലാണ് ഈ അസുഖം കണ്ടുവരുന്നത്. നിർബന്ധമായും ഞാൻ കാര്യം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ പെത്തഡിനും ഹെറോയിനും ഒക്കെ ഒരുപക്ഷെ ഈ കാലത്തിലെ വില്ലനായ കില്ലർ ഡ്രഗ്സിൽ പെടുന്ന സാധനങ്ങളാണ്. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കില്ലനായ ഒരു സാധനമുണ്ട്, ഈ പറയുന്ന ഹാൻഡ്സ്. എന്നൊരു മാങ്ങ ഞാൻ അങ്ങനെ എടുത്തിട്ട് ഈ സ്റ്റീലിനുള്ള സ്ഥലത്ത് മാങ്ങയെ 4 ചിട്ടി ഇങ്ങനെ അടിച്ചു. കണ്ണിമാങ്ങ മണം അങ്ങോട്ട് വരാൻ തുടങ്ങി. ആ മാങ്ങേനെ വെള്ളമൊക്കെ ഒഴുകാൻ തുടങ്ങി. നല്ല കണ്ണിമാങ്ങയാണ്, നല്ല പുളിയില്ല. എന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് പൊളിച്ചാണ് മാങ്ങ. നല്ല ഉപ്പ് ഇങ്ങോട്ട് കൂട്ടി ഇങ്ങനെ വെച്ചിട്ട് വെള്ളം വന്നില്ലേ വരും. സമൃദ്ധമായിട്ട് ഉമ്മിനീർ ഗന്ധികളുണ്ട് നിങ്ങളുടെ വായിക്കകത്ത്. 3 ജില്ലകളുണ്ട്. സമൃദ്ധമായിട്ട് രുചി കുമിളകളുണ്ട്. ആ സന്ദേശം തലച്ചോറിലേക്ക് കൊടുത്തിരിക്കുന്നു. ഉമ്മിനീർ ഗന്ധി വന്നിരിക്കും, വർക്കൗട്ട് ചെയ്തിരിക്കുന്നു, ഉമ്മിനീർ വന്നിരിക്കണം. ആ സ്ഥലത്താണ് നമ്മൾ ഈ സാധനം ഈ ചുരുട്ടി വെച്ചു കൊടുക്കണം. ആ ഗ്ലാസ് ബോർഡിന്റെ സഹായത്താൽ കുഞ്ഞു മുറിവുകൾ ഉണ്ടായി തലച്ചോറിലേക്ക് തടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥം കുതിച്ചെത്തും. തുടക്കത്തിലൊന്നും അറിയത്തില്ല. പാടെ കുറെ കഴിയുമ്പോൾ പല്ലൊക്കെ തേക്കുമ്പോൾ ഈ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഈ മെറ്റീരിയൽ മാംസഭാഗങ്ങളൊക്കെ താഴോട്ടിരിക്കുന്നത് കാണാൻ പറ്റും. വെളുത്ത പ്രതലങ്ങളാകാൻ പറ്റും. ഇതിന് ഏറ്റവും വലിയ ദൂഷ്യഫലം എന്താണെന്ന് ചോദിച്ചാൽ ആരോഗ്യപരമായ ദാമ്പത്തിക ജീവിതം നയിക്കാൻ ആ വ്യക്തിക്ക് സാധ്യമാവില്ല. ആരോഗ്യപരമായ ഒരു കുടുംബബന്ധം നയിക്കാൻ വ്യക്തിക്ക് സാധിക്കില്ല. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് സൈബർ അഡിക്ഷനും ഡ്രഗ് അഡിക്ഷനുമാണ്. ഈ 198 രാജ്യങ്ങളിൽ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 40,000-ഓളം വരുന്ന ജീവനുകൾ മരണപ്പെട്ടു പോകുന്നുണ്ട്. അതാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം. സൈബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ലക്ഷത്തിൽ പരം ആളുകൾ ഇവിടുന്ന് പാലനം ചെയ്തപ്പോഴുന്നുണ്ട്. എങ്ങോട്ട്? എന്നേക്കുമായി ജീവിതം അവസാനിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് വലിയ വിഷയമാണ്. ഈ കാഴ്ചപ്പാടിനെയാണ് നമ്മൾ കാണേണ്ടത്, തിരുത്തേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിലും വീടിലും മൂടുകുഴികളിലും ഒരുപക്ഷെ തെങ്ങിൻ തോപ്പിലും ജലാശയങ്ങളും നദിക്കരകളിലും പുഴക്കരകളിലും കടൽക്കരകളിലും എല്ലാം ഒരുപക്ഷെ കുരുത്തം കെട്ട തലതെറിച്ച താന്നു എന്നൊക്കെ വിശേഷിക്കപ്പെടുന്ന കുട്ടികളൊക്കെ ബൈക്കിൽ കൊണ്ട് നിർത്തി, കാർ കൊണ്ട് നിർത്തി വലിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊക്കെ ജനലൊക്കെ തുറന്ന് നോക്കുമ്പോൾ നോക്കണം, അങ്ങോട്ട് നോക്ക്, വലിക്കണം നോക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് കണ്ട് കടകടച്ചേരെന്ന് പറയരുത്. എന്താ എന്റെ മോന്റെ പേര്?
എൻ്റെ മോനെ എവിടുന്ന് വരുന്നു എന്നൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് പേരൊക്കെ അവരെ അടുത്ത് പോയി കുട്ടികളൊക്കെ ചോദിച്ചാൽ. താങ്ക് യു. കുട്ടികളടുത്ത് പോയി ചോദിച്ചാൽ വലിക്കുന്ന കുട്ടികളുണ്ട്, എന്നെ വലിക്കുന്ന കുട്ടികൾ, എൻ്റെ മോൻ്റെ പേരെന്താ, എൻ്റെ കുട്ടിനെ പോലെ ഉണ്ടല്ലോ എന്നെ കണ്ടിട്ട്, എൻ്റെ വീട് ഇവിടെ തന്നെയാണ്, എന്താ എൻ്റെ കുട്ടിനെ കയ്യിരിക്കണേ, ആരൊക്കെയാണ് നിൽക്കണത് എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ വന്ന സിഗരറ്റ് ഇങ്ങനെ താഴോട്ട് പോകും. കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ചിടുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ തീ ഇങ്ങനെ കൈകൊണ്ട് ഞെരിക്കും. കാര്യം എന്താ പറയുക, നിങ്ങളുടെ ചോദ്യം സ്നേഹാത്മകമായ അന്വേഷണാത്മകമായ ചിന്ത വെച്ചിട്ടാണ് നിങ്ങൾ ചോദിച്ചത്. ആ ചോദ്യം അവന് ഇഷ്ടപ്പെട്ടു. അത് നിങ്ങൾ ചോദിച്ചോളൂ, നിങ്ങൾ ഇന്നസെന്റ് പോലെ ചോദിക്കണേ, എന്താണ് അവിടെ ചോദിക്കണേ, വലിക്കണേ, ഞാനാ വലിക്കാനോടെ അത് വലിക്കാൻ പറയുന്നത് ഞാൻ ഇത് വലിക്കാൻ എന്താ കാട്ടറിയോ, ഒറ്റ നിന്നിട്ട് ഒറ്റ അങ്ങോട്ട് കൊടുക്കും, പിന്നെ അടിയായി വഴക്കായി അല്ലേ, വലിയ സംഭവമാണ്. പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ പീഡിയക്കാരെ ഒന്ന് പറയാം, വേങ്ങായെ ആ പിരിപ്പോട് പറഞ്ഞിട്ട് കാണാൻ പോയെ വെറുതെ ചെറിയ ചക്കന്മാരോട് മറ്റിട്ട് കണ്ട് കറ്റാക്കി പോരാൻ നിൽക്കണ്ട, അനക്ക് എന്നെ പണി നോക്കിക്കുക, കച്ച് കൊല്ലി ചക്കന്മാര് കള്ളും തന്നെ പഠിച്ചിട്ട് അല്ലേ. വെറുതെ സ്നേഹം ഹൃദയത്തിലുണ്ടെങ്കിൽ, ബിലീവ്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയുടെ ഹൃദയത്തിലേക്കും മാനസാന്തരപ്പെടുത്താൻ പറ്റും, ഉറപ്പാണ്. ഒരു അൻഷിത എന്ന് പറയുന്ന പെൺകുഞ്ഞുണ്ട് മാനവീയ സ്കൂളിൽ, എല്ലാ വേദിയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കുഞ്ഞിന് പറ്റിയിട്ടുണ്ടല്ലോ. ആ പൊന്നുമോളെ ഞങ്ങൾ ക്ലാസ് എടുത്ത ശേഷം നമ്മളൊരു കത്ത് എഴുതി. ആ കത്ത് അവൾ എന്താ എഴുതിയെന്ന് അറിയാമോ? അവള് പ്രിയപ്പെട്ടേക്ക, എന്റെ പേര് അൻഷിത സി, മാനവീയ ഹയർ സെക്കൻഡറി സ്കൂൾ നിലമ്പൂരിൽ 10 സിയിൽ പഠിക്കുന്നു. എന്റെ വീട് വടപുറത്താണ്. ഇപ്പോൾ സമയം രാത്രി 12:15, എനിക്ക് ഉറക്കം വരുന്നില്ല, എന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. കാരണം എന്താണെന്ന് അറിയാമോ? എന്റെ കലാലയത്തിൽ ഇന്ന് വന്ന് തിരുപ്പേട്ടർ മഹേഷിന്റെ ക്ലാസ് എടുത്ത് പോയപ്പോഴാണ് മനസ്സിലായത്, നിങ്ങളുടെ കടയിൽ വിൽക്കുന്നത് ക്യാൻസർ പൊടികളാണ്. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വിവേക് നിങ്ങളുടെ കടയിൽ നിന്നാണ് ഇത് വാങ്ങി അവൻ വായിൽ വെക്കുന്നത്. അവൻ പാവമാണിക്ക. എന്റെ കത്ത് വായിച്ചു തരുമ്പോൾ നിങ്ങളുടെ കടയിലെ സകല ലഹരി പദാർത്ഥങ്ങൾ എടുത്ത് ഉപേക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സ്നേഹപൂർവ്വം അൻഷിദാസി, മാനവീയ ഹയർ സെക്കൻഡറി സ്കൂൾ നിലമ്പൂർ. കത്ത് കഴിഞ്ഞിട്ടില്ല, വീണ്ടും 2 വരിയുണ്ട്. പ്രിയപ്പെട്ട ഇക്ക, നിങ്ങൾക്ക് 3 പെൺകുട്ടികളല്ലേ, ഭാവിയിൽ അവർ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ അവരെ കെട്ടിക്കൊണ്ടുവന്ന പുരുഷന്മാർക്ക് അടുത്ത ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഉപ്പ എന്ന സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരുമോ ഇല്ലയോ? ഒരു ക്വസ്റ്റ്യനാണ്. കത്തുമടക്കി അങ്ങനെ മാനത്ത് നോക്കി ഉറങ്ങാതെ കട്ടിലെ കിടന്നു ഈ 10ാം ക്ലാസ്സുകാരി അൻഷിത എന്ന പൊന്നുമോള്. രാവിലെ കുടിയെല്ലാം കഴിഞ്ഞ് പുസ്തകമൊക്കെ എടുത്ത് കത്തും എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോൾ ഉമ്മ പറഞ്ഞ് കഴിച്ചിട്ട് വേണ്ടായിരുന്നു. ബിലീവ് മൈൻഡ് ക്രിയേറ്റ് ഉള്ള ആളാണ് അവള്. ബിലീവ് മൈൻഡ്. സ്കൂളിന്റെ പോയി ബ്രേക്ക് ഇട്ട് വന്നു, എന്താ മോളെ ചോദിച്ചു, വായിച്ചു നോക്കുക. മുഖത്ത് പോലെ നോക്കി. വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നപ്പോൾ കട അടഞ്ഞു കിടക്കണം, ഷട്ടർ അടഞ്ഞു കിടക്കണം. നല്ല പീക്ക് ടൈം കച്ചവടം സമയത്ത് കട അടഞ്ഞു കിടക്കണം. പിന്നെ സ്കൂളിൽ പോയി വീണ്ടും അടഞ്ഞു കിടക്കണം. 2ാം ദിവസം അടഞ്ഞു. 3ാമത്തെ ദിവസം ടീച്ചറോട് പറഞ്ഞു. 4ാം ദിവസം എന്നെ മഹേഷ് സ്കൂളിൽ വിളിച്ചു. അവിടെ വെച്ചിട്ട് എനിക്ക് മനസ്സിലായി, 3250 വേദികളിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. 19 രാജ്യങ്ങളോട് ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. 750 കുട്ടികളെ ലഹരി മോചിപ്പിച്ചിട്ടുണ്ട്. ഗിന്നസ് ബുക്കിൽ എന്റെ പേര് എഴുതി ചേർത്തിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് എത്രയോ മഹത്തരമാണ് എനിക്കത് നിമിഷം എന്നറിയാമോ? അൻഷിത എന്ന കുട്ടി അപ്പുറത്ത് നിൽക്കുന്നു, കച്ചവടക്കാർ ഇവിടെ നിൽക്കുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, പ്രിയപ്പെട്ട സാറേ, 10-12 വർഷം അറിയാതെ ഞാൻ ജോലി ചെയ്തിട്ട് എനിക്ക് ഒരുപാട് വീടും കടകളും സാധനങ്ങളും പ്ലൈവുഡ് കമ്പനി എല്ലാം ഉണ്ട്. കുറെ ഭായിമാരുണ്ട് അവിടെ. അവർക്ക് കൊടുക്കും, ഈ സാധനം കൊടുക്കുമ്പോ അവർക്ക് ഈ പലർക്ക് സാധനത്തിന് കൊടുത്തില്ലെങ്കിൽ എന്റെ കച്ചവടം ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെ കൊണ്ട് വിറ്റപ്പോ കുട്ടികളൊന്നും വാങ്ങിയിട്ടുണ്ടാവും. അറിഞ്ഞോണ്ട് ഞാൻ കൊടുത്തിട്ടില്ല. 5 പ്രാവശ്യം എന്നെ പിടിച്ചിട്ടുണ്ട് നിലമ്പൂർ പോലീസ്. 5 പ്രാവശ്യം നിലമ്പൂർ പോലീസ് പിടിച്ചിട്ടുണ്ട്. കേസെടുത്തിട്ടുണ്ട് കോർപ്പറേറ്റ്. സത്യമാണ്. ഫൈൻ വെച്ചേക്കണം ഞാൻ. ആ കറക്റ്റ് ആ കടത്തിലുണ്ട്. പക്ഷെ അന്നൊന്നും ഈ വ്യക്തിക്ക് മാനസാന്തരം വന്നില്ല. അധികാരത്തിന്റെ ചെങ്കോലുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റ് 5 പ്രാവശ്യം മാറി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടും ഇദ്ദേഹത്തിന് കച്ചവടം നിർത്താൻ പറ്റിയിട്ടില്ല. അവിടെയാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അൻഷിത എന്ന പെൺകുട്ടിക്ക് പേനയും പേപ്പറും എടുത്ത് അപ്പയും ഉമ്മയും അടുത്തുറന്ന് കിടന്നുറങ്ങുമ്പോ ഒറ്റയ്ക്ക് ഉറങ്ങാതെ അവിടെ ക്ലാസ്സിലെ തന്റെ പ്രിയപ്പെട്ട സഹപാഠി ചുണ്ടിനടി വെക്കുന്നവരെ രക്ഷപ്പെടുത്തണമെന്നുള്ള ബിലീവ് മൈൻഡ് ക്രിയേറ്റ് ചെയ്തവൾ ഉറങ്ങാതെ കണ്ണുനീരിന് സമം ചേർത്തുകൊണ്ട് എഴുതിയ കത്ത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിനെ മാനസാന്തരപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ അൻഷിതമാരെന്നെ സംഭവിക്കുന്നുണ്ട് ഇവിടെ. എന്റെ മക്കളുടെ പ്രായമുള്ള കുട്ടികളൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത്, എന്റെ മകന്റെ കണ്ണാണ്, മൂക്കാണ്, ചുണ്ടാണ്, അവന്റെ പിരികമാണ്, അവന്റെ കൈയാണ്, വിരലാണ്. ഇതെല്ലാം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്നത് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലാണ്. ഇപ്പൊ സബ് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യാണ്. ഇപ്പം ഇനി ഒരു 9 വർഷം കൂടെ സർവീസ് ഉണ്ട് പേടിക്കനെ. ഞാൻ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഇപ്പം ഒരു
ഒരു മാസ്റ്റർ ഡ്യൂട്ടി ഹൈവേ ഡ്യൂട്ടിയാണ്. ഇന്നലെ ബേസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് കരിങ്കലക്കാണി മുതൽ രാമനാട്ടൂരുള്ള ഓട്ടമാണ്. ഇന്ന് രാവിലെ മലപ്പുറം സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി തീർത്തു വയ്യായിരുന്നു. നല്ല കോൺഫിഡൻസ് ഉണ്ട്. രാവിലെ ഇവിടുന്ന് കുളിയെല്ലാം കഴിഞ്ഞ് അപ്പോഴാണ് കാരാത്തൂർ പപ്പ ആദ്യം തന്നെ സംഘാടകർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാനെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അതെല്ലാം മാറുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വരുന്ന വഴിക്ക് മലപ്പുറം കോട്ടപ്പടി കഴിഞ്ഞ് ചാകുടിക്കൊരു കടയിൽ ഞാനും എൻ്റെ സുഹൃത്ത് ഡ്രൈവർ മാനു ഉണ്ട്. അവിടെ കയറി ഒരു വെള്ളപ്പവും കുറച്ച് മുട്ടക്കറി അതിനകത്ത് ഒഴിച്ചു. പതുക്കെ നമ്മുടെ ഇറക്കി ഇങ്ങോട്ട് വിട്ടു. കുറച്ച് വെള്ളമെല്ലാം കുടിച്ച് യാത്ര ചെയ്ത് ഇവിടെ വന്നു. അത് കഴിഞ്ഞ് നേരെ കാരാത്തൂർ പപ്പയെ കണ്ടു, സംസാരിച്ചു, നേരെ തിരിച്ചു വന്നു. ഞാനിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ എല്ലാം സംസാരിക്കുമ്പോൾ വേദി ഇങ്ങനെ ഞാൻ കാണുകയായിരുന്നു. അതിനിടയ്ക്ക് ഇപ്പോൾ എൻ്റെ കണ്ണുകൾ ഇങ്ങനെ അടഞ്ഞു പോയി. എൻ്റെ നോട്ടം കുഞ്ഞുങ്ങളിലേക്കും തൊട്ടപ്പുറത്തിരിക്കുന്ന മാതാപിതാക്കളിലേക്കുമാണ്. ഒരുപക്ഷെ ഇവിടെ നിൽക്കുന്ന നിങ്ങളെല്ലാം എന്ന് വിചാരിക്കുന്നുണ്ടാവും ഞാൻ എല്ലാ അർത്ഥത്തിലും സന്തോഷവതിയാണ്, സന്തോഷവാനാണ്. ഒരുപക്ഷെ ഇവിടെ നിൽക്കുന്ന ഉമ്മമാരെല്ലാം തികഞ്ഞ സന്തോഷവതികളാണോ എന്ന് ചോദിച്ച് എത്ര പേർക്ക് വലത് കൈ നന്ദിച്ചെന്ന് പറയാൻ പറ്റും? സാർ ഫിലിപ്പമ്പാട് സാറേ, ഞാൻ തീർത്തും സന്തോഷവതിയാണ്. സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഭവനത്തിലേക്ക് മക്കളിലൂടെയോ മകനിലൂടെയോ ഭർത്താവിനിലൂടെയോ ഭാര്യയിലൂടെയോ സ്വന്തങ്ങളിലൂടെ ചില ദുരന്തങ്ങൾ കടന്നുപോയി. അതൊരു പക്ഷേ സൈബറുമായി ബന്ധപ്പെട്ടുകൊണ്ടാവാം, അതൊരു പക്ഷെ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാവാം. 18 വയസ്സുകാരെ മകൻ അസമയത്ത് 4 കാലിൽ വന്നിട്ട് ഉമ്മയോട് വീട് തുറക്കെന്ന് പറഞ്ഞ് അസ്വസ്ഥപ്പെടുന്ന ശബ്ദത്തിൽ വാതിൽ ഇങ്ങനെ ആഞ്ഞടിക്കുമ്പോ ഉമ്മ സങ്കടപ്പെട്ടുകൊണ്ട് അർദ്ധരാത്രി പോയി വാതിൽ തുറന്ന് മാറി നിന്ന് പകച്ചു നോക്കുമ്പോ അതാ തന്റെ 18 വയസ്സുകാരനായ കൗമാരക്കാരനെ ഇങ്ങനെ വെച്ച് അകത്തേക്ക് ഇങ്ങനെ ആടി പോകും. ആ ഉമ്മയുടെ ഹൃദയം തകർന്നു പോകും. പിന്നെ ആ ഉമ്മ പ്രാർത്ഥിക്കുന്ന മുഴുവനും ആ ധൂർത്തുപുത്രന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ലക്ഷക്കണക്കിന് ധൂർത്തുപുത്രർ ഈ പ്രബുദ്ധ കേരളത്തിൽ, സാക്ഷര കേരളത്തിൽ ഇന്ന് ലക്ഷക്കണക്കിന് മാതാപിതാക്കളുടെ കണ്ണുനീരിനെ സാക്ഷിയാക്കി ജീവിക്കുന്നുണ്ട്. വിവര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും ഉത്തമമായ ഒരു പവിത്രമായ ഇലക്ട്രോണിക്സ് ഡിവൈസ് ആണ് ഈ സാധനം. പക്ഷെ ഇത് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മളെല്ലാം ഒരുപക്ഷെ ജീവിതത്തിൽ എന്നേക്കുമായി നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകും. 1,65,000 വരുന്ന കുടുംബ ബന്ധത്തിന്റെ ഊഷ്മതകളെയാണ് ഒരുപക്ഷെ ഇതിലൂടെ തല്ലി തകർത്തുള്ളത്. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഇതിന്റെ ഉപയോഗം മൂലം ഒരുപക്ഷെ വീട് വിട്ടിറങ്ങാൻ പ്രേരിപ്പിക്കപ്പെട്ടത്. ഒരുപക്ഷെ പ്രണയം നിരാകരിച്ച ഫലമായി ഇൻസ്റ്റഗ്രാമിലൂടെ 1, 2, 3 ആഴ്ചകളും 2 മാസവും 6 മാസത്തിന്റെ പേരിൽ കണ്ട് പരിചയപ്പെട്ട ചില പ്രണയങ്ങൾ എന്നേക്കുമായി ജീവിതത്തിൽ ഒന്നു ജീവിക്കാൻ എടുത്ത ചില തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പേപ്പറിനകത്ത് 2 പേര് എഴുതി വെച്ചു, ഉമ്മ പൊറുക്കണം, ഉപ്പ പൊറുക്കണം, ഞാൻ പോവുകയാണ്, എന്നെ ഇനി അന്വേഷിക്കണ്ട. ആ പോക്ക് ജീവിതത്തിൽ എന്നേക്കുമായി ജീവിക്കാൻ ഇറങ്ങിപ്പോയി. പക്ഷേ കണ്ട പരിചയം 6 മാസം മാത്രം. അതേപോലെ 165 കുഞ്ഞുങ്ങളുടെ മുഖത്താണ് ആസിഡ് പോലുള്ള രാസപദാർത്ഥങ്ങൾ ഒഴിച്ച് മുഖം വികൃതമാക്കപ്പെട്ടത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ. എന്തുകൊണ്ട്? പ്രണയം നിരാകരിച്ചതിന്റെ ഫലമായി. ആരുണ്ട് നിന്നെ പ്രണയിച്ചത്? ആരി. ആരുണ്ട് കാരി നിന്നെ പ്രണയിച്ചത്? പ്രണയിച്ചതോ നിന്നെ മുറിവേൽപ്പിച്ചത്? ആരിവൻ നിന്റെ കാമഗുണോ? ആരിവൻ നിന്റെ ഇണയോ? ആരിവൻ നിന്റെ തുണയോ? ആരാണ് സത്യത്തിൽ അവൻ? ഇണയാണോ തുണയാണോ? ആരാണ് നിനക്കവൻ? അതുകൊണ്ട് ഈ കാലഘട്ടമെന്ന് പറയപ്പെടുന്നത് നമ്മൾ കാണുന്ന ഇഷ്ടമൊന്നും ഒരു ഇണയെ അന്വേഷിക്കലാണ്. അതൊന്നും ഒരു തുണയെ അന്വേഷിക്കലല്ല. തുണ എവിടെ നിന്നാണ് വരുന്നത്? കാലം കഴിയുമ്പോൾ വിദ്യാഭ്യാസവും തൊഴിലും എല്ലാം നേടി സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ സാംസ്കാരികം ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ ഗോത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ മാതാപിതാക്കളെ ബന്ധപ്പെട്ടുകൊണ്ട് കൊടുക്കലുകളും വാങ്ങലുകളെല്ലാം നടത്തി ഒരു ഉപ്പ ഒരു മകളെ മറ്റൊരു പുരുഷന്റെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കുന്ന ഒരു മനോഹരമായ ഒരു രീതിയുണ്ട്. ആ രീതിയിലൂടെ അവൾ ഇവിടുന്ന് ദീർഘസുമംഗലി ഇറങ്ങിപ്പോകുമ്പോഴാണ് ജീവിതത്തിൽ നിന്നും അവൾ ദീർഘസുമംഗലിയായി വഹിക്കപ്പെടുന്നത്. മാക്സിമം ഔട്ട്പുട്ടാണ് കത്ത് വയ്യ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന എന്നെ കൂടെ ഓർക്കുക. പ്രത്യേകിച്ച് എൻ്റെ അമ്മ സുഖമില്ലാത്തൊരു അമ്മ കൂടെയാണ്, ഒരു പാവം കഴിഞ്ഞുപോയ അമ്മയാണ്. അമ്മയ്ക്കുള്ള ആരോഗ്യത്തിനും ആയുസിനൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. പിന്നെ എനിക്കൊരു 2 പേജ് അനുഭവിക്കുന്ന മനോഹരമായ രീതിയിൽ
ഒന്ന് ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാമാണ്, 2 ഫേസ്ബുക്കാണ്. ഇൻസ്റ്റഗ്രാം പഠിത്തം തുടങ്ങിയത് എന്നോട് പറഞ്ഞു, കുട്ടികളൊക്കെയാണ് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ഇൻസ്റ്റന്റ് ഇൻസ്റ്റന്റ് എല്ലാവരും ചോദിക്കും, ചെറിയ കുട്ടികൾ 5ാം ക്ലാസ്സിലുള്ള ചോദിക്കും ഇൻസ്റ്റന്റ് ആയിരിക്കും, ഇൻസ്റ്റന്റ് ഉണ്ടാവും ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെ കുട്ടികളെ കയ്യിലെടുക്കാൻ വേണ്ടി ഞാൻ ഇൻസ്റ്റാഗ്രാം തുടങ്ങി. ഇപ്പം നോക്കുമ്പോൾ എത്ര പേര് 90,000 അങ്ങോട്ട് തോന്നുന്നു, 50,000 10,000 പേര് ഫോളോ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം ഇപ്പം റീസെൻ്റ്ലി. ഫേസ്ബുക്കാണ് എൻ്റെ തട്ടകം. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു പേജിൻ്റെ ഓതറാണ് ഫിലിപ്പമ്പടം. ഞാൻ 5 ലക്ഷം പേര് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിൽ. അതിൽ തന്നെ ഏതൊരു പോസ്റ്റ് ഇട്ടാലും ഒരു 6 മില്യൺ 9 മില്യൺ ആളുകൾ എൻ്റെ പോസ്റ്റ് കാണുന്നത് ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ഇങ്ങനെ എടുക്കാറ്, ഞാനല്ല ഈ ഏട്ടൻ എടുക്കണോ എടുക്കാറില്ല, ഇത് യൂട്യൂബിലോട്ട് എടുക്കുന്നതാണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോ ഇങ്ങനെ എടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങളുടെയൊക്കെ സ്നേഹവും സഹകരണവും ഒക്കെ ഉണ്ടാവട്ടെ. എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പേജിൻ്റെ പേര് ഫിലിപ്പ് മമ്പാട് എന്നാണ്. അതുകൊണ്ട് ഇതൊരു ഒരിക്കലും മോണിറ്റേഷൻ അല്ല. വീണ്ടും ഞാൻ പറയാം, നിങ്ങൾ ആ പേജ് എന്തിനാണ് നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും എന്തിനാണല്ലോ. ഒരുപക്ഷെ ആ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങളിലൂടെ, ഞാൻ എൻ്റെ പേജിലൂടെ ഒരുപാട് പേർക്ക് വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. വീട് വെക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല, വീടിന് പൈസ കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. നാണിയമ്മയുടെ ഭക്ഷണത്തെക്കുറിച്ച് ഞാൻ മനോഹരമായി സംസാരിച്ചു. നാണിയമ്മയ്ക്ക് കാറ് വാങ്ങി കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അൻഷെന്ന് പറയുന്ന ഉപ്പ മരിച്ചുപോയി, ഉമ്മ സുഖമില്ലാത്ത ഉമ്മയുള്ള അരീക്കോട്ടുള്ള +2 പഠിക്കുന്ന മകൻ ഞായറാഴ്ച ദിവസം രാത്രി റെസ്റ്റോറന്റിൽ വന്നിട്ട് 2 മണി വരെ ജോലി ചെയ്യുന്ന മകനെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, ഉപ്പയില്ലേ ചോദിച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞ് കരഞ്ഞവൻ. ഉമ്മയും 3 താഴെയുള്ള കിടാങ്ങളും. അപ്പൊ അവനെ സംബന്ധിച്ച് ഒരു 600 രൂപയ്ക്ക് ജോലി ചെയ്യണം ആ ഹോട്ടലിൽ. അവൻ രാവിലെ എന്നിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് ദേഹം വൃത്തിയാക്കിയിട്ട് അവൻ എന്നിട്ട് ആ സ്കൂളിൽ പോകണം. അപ്പൊ അവന്റെ പ്രവൃത്തിയെ കുറിച്ച് ഞാൻ പ്രകീർത്തിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു. വീടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, പക്ഷെ അതിന് നല്ല ആയി. എങ്ങനെയായി? ആ പറഞ്ഞ വീഡിയോയുടെ സതുദ്ദേശം മറ്റുള്ളവർ ഷെയർ ചെയ്തപ്പോ ചില അത്യുതാംക്ഷികൾ അവരുമായിട്ട് ബന്ധപ്പെട്ടു. ആ പറഞ്ഞു വരുന്നത്, ഛേദമില്ലാത്ത ചില ഉപകാരത്തിനായി എന്റെ വീഡിയോകൾ നിങ്ങൾ ഷെയർ ചെയ്യാം, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ കൂടി ഓർക്കുക. നമുക്കെല്ലാം സന്തോഷകരമായ നല്ല നിമിഷം ഉണ്ടാവട്ടെ. പ്രത്യേകിച്ച് നിങ്ങളെല്ലാം ചെറിയ മക്കളാണ്, പെൺകുട്ടികളാണ്. ഉപ്പമാരെ ഒന്നും സങ്കടപ്പെടുത്തരുത്. ഞാനത് പറയാൻ കാരണം പെൺകുട്ടി പ്രത്യേകം ശ്രദ്ധിച്ചോ കേട്ടോ. ഈ ഉപ്പമാർ ഇപ്പൊ പെട്ടെന്ന് മരിച്ചു പോവാണ്. ഇപ്പൊ സത്യം നിങ്ങൾ അറിയണമെങ്കിൽ 4 ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് www. അതിന്റെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പുതിയൊരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആയ കണക്ക് വന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ ടിബറ്റൻ മേഖലകൾ, ഇന്ത്യ, അതുപോലെ തന്നെ കൊറിയ, ഹംഗറി, സ്വീഡൻ, ഡെൻമാർക്ക് രാജ്യങ്ങളിലെ പുരുഷവർഗങ്ങൾ, അതായത് ആണുങ്ങളെല്ലാം ഇപ്പോ പെട്ടെന്ന് മരണപ്പെടുന്നതായിട്ട് രേഖപ്പെടുത്തുന്നത്. കാരണം മക്കളും അച്ഛനും, ഉപ്പയും മക്കളുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു വരുന്നു. മക്കളെല്ലാം ഫോണിലേക്ക് സമയം കണ്ടെത്തുന്നു. അവരുടെ പഠനം, അവരുടെ മറ്റുള്ള ഇതര സൗകര്യത്തിലേക്ക് മാറ്റുമ്പോൾ കുട്ടികളും ഉപ്പയും അച്ഛനും എല്ലാം അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. 10 ഉപ്പമാരെ എടുത്താൽ അതിനകത്ത് 3 ഉപ്പമാരുടെ ഹൃദയം പൊട്ടി മരിക്കുന്നുണ്ട്. പല ഉപ്പമാരും കാർഡിയാക്കറൊക്കെ വന്നിട്ടും സൈലന്ററൊക്കെ വന്നിട്ടും ജോലി ചെയ്യുന്ന സ്ഥലത്തും ഒക്കെ മരണപ്പെട്ടു പോകുന്നുണ്ട്. അതിന് പ്രധാന കാരണം സാമ്പത്തിക പ്രശ്നം, ശാരീരിക പ്രശ്നം, മക്കളെയോട്ടുള്ള പ്രശ്നം, നാട്ടിൽ മക്കളുടെ മാനസിക വൈകാരിക പ്രശ്നം, ഇതെല്ലാം ഷെയർ ചെയ്യാൻ പറ്റാതെ എല്ലാം ആ മനുഷ്യൻ ഉള്ളിൽ വെച്ച് മനുഷ്യന്റെ ഹൃദയം പൊട്ടിപ്പോവുകയാണ്. അങ്ങനെയുള്ള ഉപ്പമാരെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ സങ്കടപ്പെടുത്തരുത്. അതേപോലെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെല്ലാവരും നമ്മൾ ശ്രദ്ധിക്കുക. മാതാപിതാക്കളെ അനുസരിക്കാനും സ്നേഹിക്കാനുമുള്ള അനുഗ്രഹവും കൃപയും എല്ലാം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. അതേപോലെ കൂടുതലൊന്നും പറയുന്നില്ല. മാതാവെന്ന് പറയപ്പെടുന്നത് കേവലം ഒരു വാക്കിൽ ഒതുക്കി സംസാരിച്ച് പോകേണ്ട ഒരു വാക്കല്ല. നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇങ്ങനെ ഡെലിവറി എന്നൊക്കെ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. എന്താ അർത്ഥം താഴെ കൊടുക്കുന്നുണ്ട്. ഒരു ഡെലിവറി വേദന എത്രയാണ് അമ്മ അനുഭവിക്കുന്ന, ഉമ്മ എത്ര വേദന അനുഭവിച്ചാൽ നമുക്ക് ജന്മം നൽകുന്നൊക്കെ അത് പറയപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു അമ്മയുടെ പോറ്റുനോവിന്റെ വേദന എന്ന് പറയപ്പെടുന്നത് 12-15 അസ്ഥികൾ നുറുങ്ങുന്ന വേദനയിൽ ഒരു അമ്മ മക്കൾക്ക് ജന്മം നൽകുന്നുണ്ട്. ജന്മം നൽകിയ സമയത്ത് എന്താ നടക്കുന്നത് അറിയില്ലേ? ഒരു വലിയൊരു പ്രോസസ്സിംഗ് ആണ്. ഈ ആർത്ത് കരയുന്ന അമ്മ പെട്ടെന്ന് മക്കളുടെ മുഖം കാണും. നമ്മുടെ മുഖം കണ്ട മാത്രയില് അമ്മയുടെ കരച്ചിൽ നിൽക്കുക ചെയ്യണം. ഇതാ വലിയ അത്ഭുതം. അമ്മ അല്ലറി ഇങ്ങോട്ട് കരഞ്ഞിട്ട് ഈ ഭൂമിയിലേക്ക് നമ്മൾ പ്രകാശം കാണുന്ന സമയത്ത് നമ്മുടെ മുഖം കണ്ട് കാണുന്ന മാത്രയില് ഉമ്മാന്റെ കരച്ചിലിട്ട് നിന്നു. പിന്നെ ഉമ്മ കരച്ചിൽ നിന്നു എന്നല്ല, നമ്മൾ കരയുന്ന മുഖത്തോക്കി ഉമ്മ ചിരിക്കുകയല്ല ചെയ്യുന്നത്. ഒരു ചെറു പുഞ്ചിരിയോടുകൂടി വേദന കടിച്ചമർത്തി അവൾ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. മക്കള് കരയുന്ന മുഖത്ത് നോക്കി ഉമ്മ ചിരിച്ച ഒരേ ഒരു നിമിഷമാണ് പ്രസവത്തിന് ശേഷമുള്ള ചുരുങ്ങിയ നിമിഷങ്ങൾ. പിന്നീട് ഒരിക്കലും ഒരു ഉമ്മയും മക്കള് കരയുന്ന മുഖത്ത് നോക്കി ചിരിച്ച ചരിത്രം ഇല്ല. അങ്ങനെയുള്ള ഉമ്മമാരെ സങ്കടപ്പെടുത്തരുത്. വീട്ടിലേക്കൊന്ന് വരവെന്ന് വൈകിയാൽ ഉമ്മറപ്പടിയിൽ മറ്റൊരു പ്രസവം അനുഭവിക്കുന്ന മാലാകമാരാണ് ആയിരിക്കുന്ന ഉമ്മമാര്. ഒരുപക്ഷെ വിളമ്പി കൊടുത്ത് തനിക്ക് യാതൊക്കെ വരുമ്പോൾ അവർ പറയും, മക്കളെ നിങ്ങൾ കഴിച്ചോ? മക്കൾ വേണ്ട, ഞാൻ കഴിച്ചു മക്കളെ എന്ന് പറയും.
പടച്ചവനോട് പലപ്പോഴുമുള്ള പരുവം പറച്ചിൽ പടച്ചവനോടൊന്നും പരാതി പറയില്ല അവര്. കാര്യം എന്താ? നിങ്ങൾക്ക് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും അല്ലെ ഒക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്. പലപ്പോഴും സ്വന്തം പേര് വരെ മറന്നുപോകും പാവപ്പെട്ട ഉമ്മമാര്. അതേപോലെ ഏറ്റവും നാറിയ നമ്മുടെ വിഴുപ്പലൊക്കെ വിധിക്കപ്പെട്ട ജന്മങ്ങൾ ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ സുഹൃത്തുക്കളൊന്നുമല്ല, ആയിരിക്കും നമ്മുടെ ഉമ്മമാരാണ്. അതേപോലെ തൊടിയിലെ വാടിക്കൽ ചെടികൾക്കും കരിയാപ്പിലകൾക്കും തെങ്ങിന് കൗനും ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു കർഷക സ്ത്രീ അവാർഡ് കിട്ടാത്ത മഹിളയുടെ പേരാണ് അമ്മ. നമ്മൾ രണ്ടാം കുഞ്ഞിനെ പിടിച്ച് കിളിക്കുഞ്ഞിനെ പിടിച്ചുമ്പോൾ ആലോചിക്കുമ്പോൾ അമ്മ പറയും മോനെ മോളെ തുറന്നു വിട്, അതിനെ കണ്ടില്ലെങ്കിൽ അതിന്റെ തള്ള കരയും മക്കളെ എന്ന് പറയുമ്പോ ആ സ്നേഹവാത്സല്യത്തിന് ഒരിക്കലും മോഹിക്കരുത്. ഒടുവിൽ ഈ സാഗരം കളവഴിഞ്ഞു പോകുമ്പോൾ വാടിക്കരിഞ്ഞ ചെടികൾ പോവും. ഞാനും നിങ്ങളും ഒക്കെ പറയും ഉമ്മയില്ലാത്ത വീട് ഇവിടെയില്ല. അതുകൊണ്ട് ഉമ്മയുടെയും ഉപ്പയുടെയും കാൽച്ചൂട്ടിലെ മാതാപിതാക്കളോട് ചെയ്യുന്ന വാക്കുച്ചരിക്കില്ല എന്ന് തീരുമാനിക്കുന്നവർ അവരെ എന്നും കടപ്പാടോടെ സ്വീകരിക്കാൻ പ്രാപ്തനാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ എന്നെ ഒരിക്കൽ കൂടി ഓർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യാത്രയാവുകയാണ്. എല്ലാവർക്കും ഉച്ച നമസ്കാരം. താങ്ക് യു.